Hi traders, welcome back to Market Waves. Nifty, Bank Nifty, Sensex എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. 14/1/2025 ചൊവ്വാഴ്ച 23,206 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 23,250 എന്ന ലെവലാണ്. ചാർട്ട് പ്രകാരം പറയുകയാണെങ്കിൽ ഒരു 44 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ്. അവിടെ നിന്നും പെട്ടെന്ന് തന്നെ പ്രൈസ് ഒന്ന് അപ്വേർഡ് മൂവ് ചെയ്തു. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 23,266 എന്ന് പറയുന്ന ടാർഗറ്റിന് മുകളിൽ ടെസ്റ്റ് ചെയ്തു. സാധാരണയായി ക്ലോസിംഗ് ആണ് നമ്മൾ ആവശ്യപ്പെടാറുള്ളതെങ്കിലും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നതാണ്. എങ്കിൽ പോലും ഈ ലെവലിന് മുകളിൽ ബ്രേക്ക് ചെയ്തു. എന്നാൽ അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഏരിയയായി മാറുകയാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒന്നുകിൽ ഇവിടെ നിന്നും ഒരു സെല്ലിംഗ്, അതായത് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു വിപരീത ധൈര്യം. ഇവിടെ ഈ ട്രേഡിങ്ങിൽ പെട്ടെന്നായിരിക്കണം നമ്മളുടെ ഡിസിഷൻസും, അതുപോലെ തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുമ്പോഴാണ് സാധാരണയായി ഓപ്ഷൻ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുക. നമ്മളുടെ തീരുമാനങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനാണെങ്കിലും ഒരു എൻട്രി എടുക്കാനാണെങ്കിലും അത് വളരെ പെട്ടെന്നായിരിക്കണം. അത്തരത്തിൽ ഒരു പെട്ടെന്നൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ തരത്തിലുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടായേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഏറെക്കാലങ്ങൾക്ക് ബാക്ക് മുതലേ ഞാൻ ഈ തരത്തിലൊരു ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ തരത്തിലുള്ള ഒരു പ്ലാൻ സ്ഥിരമായി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ആരംഭിച്ചത് തന്നെ. അപ്പോൾ ഈ തരത്തിൽ ഒരു മൂവ് കിട്ടിയപ്പോൾ തന്നെ ഇവിടെ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതിന് തൊട്ടുമുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ അത് ടാർഗറ്റ് ലെവലായി വരും. അപ്പോൾ പോയാൽ അത് വരില്ല എന്നൊരു തോന്നൽ. കാരണം മാർക്കറ്റ് ഫാളിംഗ് ട്രെൻഡായിരുന്നു, അല്ലെങ്കിൽ അതാണ് കുറേ ദിവസങ്ങളായിട്ട് നമുക്കറിയാവുന്നതാണ്. മാർക്കറ്റ് എപ്പോഴൊക്കെ ഉയർന്നാലും ഒരു ഫാൾ കിട്ടുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിച്ചേക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് തൊട്ടുമുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഡേയ്സ് ഹൈ, അതിലേക്ക് തൊട്ടുമുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ട്രേഡ് ചെയ്യാൻ കഴിയുന്നതായിരുന്നു. അത്തരത്തിൽ ട്രേഡ് ചെയ്ത ഏതൊരാൾക്കും നല്ല പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മാർക്കറ്റ് ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് തീരുമാനിച്ചു നിന്നവർക്ക് വീണ്ടും ഇത്തരത്തിലൊരു മൂവ് കിട്ടിയതിന് ശേഷം വീണ്ടും കിട്ടിയ ഒരു അപ്പ് മൂവ് അത് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത് നിന്ന് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് അതല്ലെങ്കിൽ ഡേയ്സ് ഹൈ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്നാൽ പുതിയ ലോ തരുന്നില്ല എന്ന് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. എങ്കിലും ലോസ് ഒന്നും ആകേണ്ട സാധ്യത ഉണ്ടായിരുന്നിരിക്കില്ല. പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകാം. എന്നാൽ പ്രോഫിറ്റ് അത് പോരാ എന്ന് ശാഠ്യം പിടിക്കുന്നവർക്ക് മാത്രമായിരുന്നിരിക്കാം അത്തരത്തിൽ അതൊരു റിവേഴ്സൽ കിട്ടിയിട്ടുണ്ടാവുക. എന്നാൽ ഈ ലെവലിന് മുകളിലോട്ട് ബ്രേക്ക് ചെയ്തു എന്നതുകൊണ്ട് തന്നെ ഇതിവിടെ സപ്പോർട്ട് എടുത്തേക്കാം എന്ന് സ്വാഭാവികമായും ചിന്തിക്കാൻ കഴിയുന്നതാണ്. അത്തരത്തിൽ ഒരു പ്രൈസ് റിവേഴ്സൽ ബോധ്യമായവർക്ക് ഇവിടെ നിന്നും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്തു. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. അത് വളരെ കൃത്യമായും കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പബ്ലിക് ചാനലിൽ ഇന്ന് ഒരു 34,000 രൂപയുടെ പ്രോഫിറ്റുള്ള ഒരു P&L പോസ്റ്റ് ചെയ്തിരുന്നു. ഇവിടെ പലരും ചോദിക്കാറുണ്ട് ഏത് ടൈം ഫ്രെയിമിലാണ് ട്രേഡ് ചെയ്യേണ്ടത്, ഏതാണ് കംഫർട്ട് എന്നൊക്കെ. എന്നാൽ അതിന് ഉത്തരം പറയുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും ലാഭം അവർ എത്രയാണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. നമ്മളത് ഇത്ര രൂപ ഒരു എമൗണ്ട് കണക്കാക്കിയാൽ ഒരിക്കലും ഒക്കാറില്ല. നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റിക്ക് അത് 1 ലോട്ടാകട്ടെ 10 ലോട്ടാകട്ടെ നമ്മൾക്ക് പോയിൻ്റ് ബേസിൽ പ്രോഫിറ്റ് കിട്ടുന്നു എന്ന് കണക്കാക്കിയാൽ മാത്രമാണ് നമുക്ക് ഒരു ട്രേഡ് ശരിയാവുകയുള്ളൂ. നിങ്ങൾ വലിയ പ്രോഫിറ്റാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വലിയ റേഞ്ചിലോട്ട് നിഫ്റ്റി മൂവ് ചെയ്യണം, അത്തരത്തിലുള്ള ഒരു ട്രേഡാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് ഹോൾഡ് ചെയ്യേണ്ടി വരും. പക്ഷേ അതെല്ലാം ഒരിക്കലും ഒരു ഇൻട്രാഡേ ട്രേഡർക്ക് പോസിബിൾ അല്ല. കാരണം ഒരു നല്ല ട്രെൻഡുള്ള ദിവസമല്ല എങ്കിൽ പ്രീമിയം മെൽറ്റിങ് സംഭവിക്കാം. ഈ ഇത്രയും നേരം ഹോൾഡ് ചെയ്യുമ്പോൾ തീർച്ചയായും നാളെ വീക്ക്ലി ക്ലോസിംഗ് ഡേയും കൂടിയാണ്. അപ്പോഴത്തേക്കും പ്രീമിയം വളരെ മെൽറ്റാകാം. എന്നാൽ നമ്മൾക്ക് പ്രോഫിറ്റ് ധാരാളം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോട്ട് സൈസ് കൂട്ടുക, ക്വാണ്ടിറ്റി കൂട്ടുക എന്നുള്ളതല്ലാതെ ഇവിടെ ഇപ്പോൾ ഇന്ന് 34,000 പ്രോഫിറ്റ് കിട്ടിയ ആൾ അത് ട്രേഡ് ചെയ്തിരിക്കുന്നത് ഔട്ട് ഓഫ് ദ മണിയാണ്. 23,300 കോളാണ് വാങ്ങിയിട്ടുള്ളത്. എങ്കിൽ പോലും ആ ഒരു മൂവിന് കിട്ടാവുന്ന ഒരു ടാർഗറ്റ് അത് മാത്രമാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. പ്രോഫിറ്റ് കൂടുതൽ വേണം എന്നതിനാൽ തന്നെ ലോട്ട് സൈസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 30 ലോട്ടാണ് എന്ന് പറഞ്ഞാൽ 2,250 ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ ഈ ലോട്ട് സൈസ് വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അത് എന്താകുമെന്നുള്ള ആശങ്കയെല്ലാം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ എല്ലാ ചാനലുകളിലും പലരും പോസ്റ്റ് ചെയ്തിരുന്നു.
ഒരു കണക്കിന് അന്നും എന്നോട് പേഴ്സണലായി ചോദിച്ചവരുടെ ഗുണകരമാണ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. 25 എന്ന ലോട്ട് സൈസ് ആയിരുന്നപ്പോൾ ഒരു ലോട്ട് വാങ്ങിയാൽ ഒരു 250 പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ തീർച്ചയായും 10 പോയിന്റ് മൂവ് ചെയ്യണം. അതൊരു ATM ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരു 20 പോയിന്റ് 22 പോയിന്റെങ്കിലും നിഫ്റ്റി മൂവ് ചെയ്യും വൺ ഡയറക്ഷനിൽ എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ അത് ലോട്ട് സൈസ് 75 ആയപ്പോൾ ഏതൊരു ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും ഒരു ലോട്ടെങ്കിലും വാങ്ങേണ്ടി വരുന്നു. അതൊരു 3-4 പോയിന്റ് മൂവ് ചെയ്താൽ തന്നെ ഒരു 10-250 രൂപ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ എടുത്ത് മാറാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവർക്ക് അത് പ്രോഫിറ്റ് കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നിഫ്റ്റി മൂവ് ചെയ്തതും ആ ഓപ്ഷൻ മൂവ് ചെയ്തതും അത്രമാത്രമാണെങ്കിലും ലോട്ട് സൈസ് വർദ്ധിച്ചപ്പോൾ അവർക്ക് പ്രോഫിറ്റ് കൂടുന്നു എന്നുള്ളതാണ് കാര്യം. അവർ കൂടുതൽ ക്വാണ്ടിറ്റി, അതായത് 25 ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ 3 ഇരട്ടിയോളം ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. അത് ഈ അർത്ഥത്തിൽ ലാഭമാണ്. പ്രോഫിറ്റ് കിട്ടുമ്പോൾ ലാഭമാണെങ്കിലും സ്റ്റോപ്പ് ലോസ് വ്യക്തമായി മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ, കൃത്യമായി പാലിച്ചില്ലെങ്കിൽ വരാവുന്ന ലോസും അതുപോലെ ഭീകരം തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോട്ട് സൈസ് വർദ്ധിപ്പിക്കുക എന്നേ ഉള്ളൂ. ടൈം ഫ്രെയിം അത് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു റേഞ്ചാണ് കണക്കാക്കേണ്ടത്. ഇത്തരത്തിലുള്ള കൺസോൾട്ടേഷൻ നൽകുന്ന ദിവസങ്ങളിൽ ഒരു ലോങ് റേഞ്ച് ടാർഗറ്റ് പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പ്രീമിയം മെൽറ്റിംഗ് ബാധിച്ച് ലോസിൽ മാത്രമായിരിക്കാം ആ ട്രേഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിന്നും ഒരു കോൾ ഓപ്ഷൻ്റെ സാധ്യത തിരിച്ചറിഞ്ഞവർക്ക് തീർച്ചയായും അത് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു. അവിടെ വീണ്ടും ഒരു ക്ലോസിംഗ് കിട്ടി. വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈൻ, ആ ഡിക്ലൈനിൽ വന്ന് വീണ്ടും പുതിയ പ്രൈസ് അപ്പോഴും നൽകുമെന്ന് പ്രതീക്ഷിച്ചാൽ ഇവിടുന്ന് സെല്ലിംഗ് ആകുന്നത് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് ഇത് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മൾട്ടിപ്പിൾ ട്രേഡ് ചെയ്ത് പലരും ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നിന്ന് വീണ്ടും വന്ന് ഈ ലെവലിന് മുകളിൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ഈ റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ ക്ലോസ് ആകുന്നില്ല എന്ന് കണ്ട് വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്തവർക്ക് വളരെ പെട്ടെന്ന് നല്ല ഒരു ടാർഗറ്റ്, നിഫ്റ്റി കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ വീണ് പോകുമോ എന്ന് എല്ലാവരും ചിന്തിച്ചിരുന്നിരിക്കാം. എന്നാൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തു. ഇത്തരത്തിലൊരു പുതിയ ഉയരം തരാൻ കഴിയാതെ വരുമ്പോൾ സാധാരണയായി റിവേഴ്സ് ഡയറക്ഷനിൽ പോകുമ്പോൾ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുക. അത്തരത്തിൽ ഒരു പ്രോഫിറ്റും ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് പ്രൈസ് നല്ല രീതിയിൽ ഇവിടെ കൺസോൾഡേറ്റ് ചെയ്തു. എങ്കിലും ഈ കൺസോൾട്ടേഷനും വളരെ മാന്യമായി ട്രേഡ് ചെയ്തവരുണ്ട്. ഇവിടെ നിന്നും പ്രൈസ് വീണ്ടും റിവേഴ്സ് ആകുന്നു, സപ്പോർട്ടിൽ വന്നു, അവിടെ നിന്ന് ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് കൊടുത്തു. ആ തരത്തിൽ മൂവ് ചെയ്ത് ക്ലോസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ഏരിയ അത്ര മനോഹരമായി ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. പെട്ടെന്ന് ഡിസിഷൻ എടുത്ത് പെട്ടെന്ന് അത് എക്സിക്യൂട്ട് ചെയ്യാൻ കെൽപ്പുള്ളവർക്ക് മാത്രം സാധ്യമാകുന്ന ട്രേഡിംഗ് ഏരിയ ആയിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നൽകിയ ഒരു മൂവ്മെൻറ്റ്. നമ്മൾ ഇന്നത്തെ ആകെ മൂവ്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഡേയ്സ് ഹൈ ആൻഡ് ലോ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഒരു 180 പോയിന്റിൽ താഴെയുള്ള മൂവ്മെൻറ്റ് മാത്രമാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്ന് പരിശോധിക്കാം. 23,177 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ, പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മൈനർ സപ്പോർട്ടായി ഇന്നത്തെ ഡേയ്സ് ലോ 23,146 എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 23,277 എന്ന ലെവലാണ് വളരെ പെട്ടെന്ന് ലഭിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന രീതിക്ക് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് തൊട്ട് മുകളിൽ 23,299, 344, 390, 545 എന്നിങ്ങനെയുള്ള മറ്റ് റെസിസ്റ്റൻസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് പാലിക്കേണ്ടതുണ്ട്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഈ ലെവലിന് മുകളിലെല്ലാം 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് വീണ്ടും ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. അങ്ങനെയെങ്കിൽ ഈ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നാണ്. അതായത് 23,146 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ് വേണ്ടത്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഉറപ്പുവരുത്തിയാൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട
ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് മൂവ് ചെയ്താൽ തുടർന്ന് ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാമെന്നാണ്. എന്നാൽ 23,026 എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് തുടർന്നൊരു ഫാളിംഗ് ഉണ്ടാകാനുള്ള സാധ്യത. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയവ തന്നെയാണ്. 48,682 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തൊട്ട് താഴെയായി 48,520 എന്ന മൈനർ സപ്പോർട്ട്, തുടർന്ന് 48,428 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 49,233 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവൽ എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ 49,024 എന്ന ഒരു മൈനർ റെസിസ്റ്റൻസുകളുമുണ്ട്. തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്യുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആകുമെന്ന് വന്നാൽ തുടർന്ന് പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നാളെ പ്രൈസ് നൽകുന്ന ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ കണ്ടെത്തി ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ കൃത്യമായും സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 48,428 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്ന വർഷം തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 76,597 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ സെൻസെക്സിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തൊട്ട് താഴെയായി 76,477 എന്ന മൈനർ സപ്പോർട്ടും കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇന്നത്തെ ഡേയ്സ് ലോ ആണ്. എന്നാൽ 76,915 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് മുകളിലായി മറ്റ് മൈനർ റെസിസ്റ്റൻസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ അതിനുശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കുമെന്ന് കരുതുന്ന ടാർഗറ്റ് 76,915 എന്ന് പറയുന്ന ഈ പ്രധാന റെസിസ്റ്റൻസ് ലെവൽ തന്നെയാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഈ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് എന്ന് മാത്രം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നുവെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം. എന്നാൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ 76,248 എന്ന ലെവലിന് താഴോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് അല്പം കൂടെ വീക്കായേക്കാം ഇൻഡെക്സ് എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നു. ഗുണകരമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ ഗുണകരമാണ് എന്ന് തോന്നിയാൽ നമ്മളുടെ ചാനൽ മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ലാഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്